ഇവർക്ക് പകരം നിന്റെ മോൻ അർജുനായിരുന്നെങ്കിൽ ഞാൻ കണ്ണുമുട്ടി സമ്മതിച്ചേനെ. മഹിയുടെ ആ പറച്ചിലിൽ രാജൊന്ന് ഞെട്ടി തലപൊക്കി നോക്കി. ഞെട്ടണ്ടടാ, ഞാൻ നിന്റെ മോനെ ചോദിക്കൊന്നുമില്ല. എത്രയൊക്കെ പറഞ്ഞാലും മീര രണ്ടാം കെട്ടുകാരിയാണ്. നിന്റെ മകനോ ഒരു IPSകാരനാകേണ്ടവൻ. ചേരില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടാ. മഹി ഒന്ന് ചിരിച്ചെന്ന് വരുത്തി. രാജ തലിക്കടയിരുന്നതുപോലെ ഇരുന്നു പോയി. നീ എന്തൊക്കെയാണ് ഈ പറയുന്നേ? ബോധം വന്നതുപോലെ രാജ് ചോദിച്ചു. മഹി ചിരിച്ചു. നീ എന്നെ അങ്ങനെയാണ് കണ്ടേക്കുന്നത്? സത്യം പറഞ്ഞാൽ എൻ്റെ മോൻ നിന്റെ മോള് അവരെ ചേർത്ത് ഇന്ന് വരെ ഈ ചിന്ത എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല. കാരണം നിന്റെ മകളെ നീ ഏറ്റവും നല്ല നിലയിലേക്ക് അയക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതല്ലെങ്കിൽ ശ്രീക്ക് തന്നെ അവളെ കൊടുക്കുമെന്ന് കരുതി. ധ്രുവന് മീരയോടൊരു ഇഷ്ടമെന്ന് തോന്നിയപ്പോൾ അനന്തരവനായ അവന് കൊടുക്കുമെന്ന് കരുതി. അവൻ മീരയ്ക്ക് വേണ്ടി ഒരുപാട് ഓടിയതുമല്ലേ. ഒന്നു വെച്ച് നോക്കിയ അവൻ കാരണല്ലേ ഒരു പരിധിവരെ കേസ് മീരയ്ക്ക് അനുകൂലമായതും പിന്നെ ജയിച്ചതും. രാജ് പറഞ്ഞു. അറിയാടോ, എൻ്റെ മീരയ്ക്ക് വേണ്ടി അവൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അവൻ മാത്രമല്ല, താനും തൻ്റെ മോളും. താനില്ലായിരുന്നെങ്കിൽ ഇന്നെനിക്ക് എൻ്റെ മോളെ കിട്ടില്ലായിരുന്നല്ലോ. മഹിയുടെ ചോദ്യത്തിന് രാജന് ഉത്തരമില്ലാതായി. ധ്രുവൻ്റെ കഷ്ടപ്പാടൊന്നും കാണാഞ്ഞിട്ടല്ല. അവൻ നല്ലവനാ, സ്നേഹമുള്ളവനാ. എൻ്റെ മോളവൻ പൊന്നുപോലെ നോക്കൂന്നറിയാം. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു ബന്ധം മുന്നോട്ട് പോവില്ല രാജ്. മധുവിനല്ലെങ്കിൽ എൻ്റെ മോളെ കണ്ണിന് നേർക്ക് കണ്ടുകൂടാ. അർജുനുമായുള്ള ദിയയുടെ വിവാഹം മുടങ്ങിയതിൻ്റെ പേരിൽ മധു എൻ്റെ മോളെ വായിൽ വന്നതൊക്കെ പറഞ്ഞിട്ട് പോയ കഥ നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്. അവളുടെ അമ്മയെ പോലെ കറക്കിയെടുത്ത് എന്നല്ലേ അവൾ പറഞ്ഞത്. ഇനി ഇക്കാര്യം കൂടി കേട്ടാ അതുപോലെ അവളുടെ മോനെയും കറക്കിയെടുക്കാൻ നോക്കുവാണെന്ന് പറയും. മീരയുടേത് രണ്ടാം കെട്ടാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ മധു ഒരിക്കലും സമ്മതിക്കാനും പോകുന്നില്ല. അവൾക്ക് എൻ്റെ മോളെ ഇഷ്ടമല്ല. ഇനി എന്തെങ്കിലും അത്ഭുതം സംഭവിച്ച് അവൾ സമ്മതിച്ചാൽ തന്നെ സുഖകരമായ ജീവിതമായിരിക്കില്ല മീരയ്ക്ക്. രണ്ടാം കെട്ടുകാരിയായി എൻ്റെ മോളെ അവൻ്റെ മോൻ്റെ തലയിൽ കെട്ടിവെച്ചതെങ്ങാനും പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. മധുവിൻ്റെ സ്വഭാവത്തിന് അവളുടെ എല്ലാ കലിയും തീർക്കാൻ പോകുന്നത് മീരയിലാവും. മധു അമ്മായിയമ്മ കൂടി ആയ പിന്നെ പറയും വേണ്ട. അവസാനം ധ്രുവന് കൈയും കെട്ടി നോക്കി നിൽക്കേണ്ടി വരും. അങ്ങനെ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിൽ നല്ലതല്ലേ ഈ ആലോചന നമ്മൾ എവിടെ ഉപേക്ഷിക്കുന്നത്? മാഹി ചോദിച്ചു. രാജൊന്നും മിണ്ടിയില്ല. ഇനിയെങ്കിലും അവൾക്ക് സ്വസ്ഥമായൊരു ജീവിതം നേടിക്കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ മധുവിൻ്റെ കൂടിയാണ് ജീവിതമെങ്കിൽ ഈ ജന്മം സമാധാനം എന്താണെന്ന് അവൾ അറിയില്ല. അതല്ലാതെ ധ്രുവം മോശമായിട്ടല്ല. എന്നും അവൻ അവൾക്കൊരു നല്ല കൂടപ്പിറപ്പായിട്ട് തന്നെ ഇരിക്കട്ടെ. അതാണ് നല്ലത്. തീരുമാനം പോലെ മാഹി പറഞ്ഞു. പിന്നെ മാഹി തന്നെ ആ വിഷയം മാറ്റി. മറ്റു പലതിനെക്കുറിച്ചും അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ടെങ്കിലും രാജൻ്റെ മനസ്സിൽ മാഹി പറഞ്ഞത് മാത്രമായിരുന്നു. അർജുൻ, അവനെ നിന്റെ മകൾക്ക് തരാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ മാഹി. അവന് സമ്മതാണെങ്കിൽ എനിക്കതിനേക്കാൾ വലിയ സന്തോഷം വേറെയില്ല. അയാൾ മാഹിയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി മനസ്സിൽ പറഞ്ഞു. അപ്പോഴേക്കും ഇന്നത്തേക്കുള്ള കോട്ട അകത്താക്കി മാഹി അവിടുന്ന് എഴുന്നേറ്റിരുന്നു. ഹരിയെ കോടതിയുടെ നിർദ്ദേശപ്രകാരം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അവൻ അവിടെയുള്ള ആരോടും മിണ്ടുന്നില്ല. അമ്മ 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 പതിഞ്ഞ സ്വരത്തിൽ ഒരു മന്ത്രം പോലെ അവൻ പറയുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. കോടതിയുടെ മുന്നിൽ വെച്ചാ ഇവൻ ആ കൊച്ചിനെ കൊല്ലാൻ നോക്കിയത്. അപ്പോൾ ഒറ്റയ്ക്കുള്ളപ്പോൾ അവൻ അതിന് എന്തൊക്കെ ചെയ്ത് കാണും. ഇത്രയും ചെയ്തു കൂട്ടിയിട്ട് ഭ്രാന്തനെന്ന പരിഗണനയും. അവൻ അവിടെ കൊണ്ടുചെന്നാക്കി തിരികെ പോയ പോലീസുകാർ പിറുപിറുക്കുന്നത് അവൻ കേട്ടു. അന്നേരം സുന്ദരിയായ ഒരു പെണ്ണിൻ്റെ മുഖം അവൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു. ആ മുഖം പൊള്ളുന്ന നെഞ്ചിലൊരു ആശ്വാസം പകരുന്നത് അവൻ അറിഞ്ഞു. അവളെ ഓർത്ത് ആദ്യമായി അവന് കുറ്റബോധം തോന്നി. ചോരൊലിച്ച മുഖവുമായി നിൽക്കുന്ന ആ മുഖം ഓർക്കുമ്പോൾ അവൻ പൊട്ടി പൊട്ടി കരഞ്ഞുപോയി. മീര! അതുവരെ വായിൽ നിന്ന് ഉതിർന്നു വീണ പേരിൽ നിന്നും വ്യത്യസ്തമായി മീരയുടെ പേര് വിളിച്ച് അവൻ അലറി കരഞ്ഞു. അമ്മയും ഭാര്യയും അവൻ ഒരുപോലെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് കുറ്റബോധം കൊണ്ട് മാത്രമായിരുന്നു. അവൻ്റെ അലർച്ച കേട്ട് ഡോക്ടർ ഓടിയെത്തി. ഹരിശങ്കർ, റിലാക്സ്. ഹേയ്, റിലാക്സ് മാൻ, ഒന്നുമില്ല. അറ്റൻഡർ! അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഡോക്ടർ ഉറക്കെ വിളിച്ചതും 2 അറ്റൻഡർമാർ വന്ന് അവനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. നേരം പാതിരാത്രിയായി. നീരജ് നല്ല ഉറക്കത്തിലും. വീടിന് ചുറ്റും ഇരുട്ടും. എവിടെയും വെട്ടവും വെളിച്ചവും ഇല്ല. മണി 1 കഴിഞ്ഞൊരു നേരം ഒരു രൂപം അതിലേക്ക് കയറിയിരുന്ന് അത് ചാടിക്കടന്നു. കയ്യിൽ കരുതിയ കുഞ്ഞു ടോർച്ചിൻ്റെ ലൈറ്റ് തെളിഞ്ഞു.
അയാൾ വീടിൻ്റെ പിൻവശം വഴി പമ്മി പമ്മി നടന്നു. ആ ടോർച്ച് കടിച്ചു പിടിച്ച് അയാൾ പൈപ്പ് വഴി വലിഞ്ഞു കയറുമ്പോൾ ആ ടോർച്ച് ലൈറ്റിൻ്റെ വെട്ടത്തിൽ നരേന്ദ്രൻ്റെ മുഖം വെളിവായി. ആ പൈപ്പ് ചെന്ന് അവസാനിച്ചത് ടെറസിലാണ്. ടെറസിലെ വാതിൽ ലോക്കായിരുന്നു. കയ്യിൽ കരുതിയിരുന്ന ടൂൾസ് ഉപയോഗിച്ച് ശബ്ദമില്ലാതെ ലോക്ക് തകർക്കാൻ അയാൾ കുറച്ച് പണിപ്പെടേണ്ടി വന്നു. ഉള്ളിലേക്ക് കടന്നപ്പോൾ എവിടെയും വെളിച്ചമില്ല. ടോർച്ച് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ നരേന്ദ്രൻ സ്വന്തം മുറി ലക്ഷ്യമാക്കി നടന്നു. മുറിക്ക് മുന്നിൽ എത്തിപ്പതുങ്ങി നിന്ന് അകത്തേക്ക് നോക്കുമ്പോൾ നീരജ നല്ല ഉറക്കത്തിലാണ്. അതോടെ നരേന്ദ്രന് കുറച്ചൊക്കെ ധൈര്യമായി. അയാൾ ശബ്ദമുണ്ടാക്കാതെ അകത്തേക്ക് കയറി മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന അലമാരയുടെ കീ ഒച്ചയുണ്ടാക്കാതെ പുറത്തേക്ക് എടുത്തു. ശേഷം സൂക്ഷിച്ച് അലമാര തുറന്നു. ഇടയ്ക്കിടയ്ക്ക് നീരജ ഉറക്കത്തിൽ തന്നെയാണെന്ന് തിരിഞ്ഞു നോക്കി ഉറപ്പ് വരുത്തുന്നുണ്ട്. അലമാരയിൽ നിന്നും കുറേ ഫയലുകൾക്കും പേപ്പറുകൾക്കും ഇടയിൽ നിന്ന് നരേന്ദ്രൻ്റെ സ്ഥലത്തിൻ്റെ രേഖകൾ കിട്ടി. അത് കയ്യിലെടുത്ത് തനിക്ക് ആവശ്യമുള്ള രേഖകളും നീരജ് സൂക്ഷിച്ചു വെച്ച കുറച്ച് ക്യാഷും ഗോൾഡും തൻ്റെ സാധനങ്ങളും എടുത്ത് നരേന്ദ്രൻ പുറത്തിറങ്ങാൻ ഒരുങ്ങിയതും റൂമിൽ ലൈറ്റ് തെളിഞ്ഞു. ഓ, അപ്പം മോഷണം തുടങ്ങിയോ? ഉറക്കം തെളിയാത്ത കണ്ണുകൾ തിരുമ്മി അവർ നീരസത്തോടെ ചോദിച്ചു. മോഷ്ടിച്ചതല്ല നീരു, സ്ഥലത്തിൻ്റെ പേപ്പേഴ്സ് എഴുതരാൻ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. നീ തരില്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. നരേന്ദ്രൻ നിസ്സഹായതയോടെ പറഞ്ഞു. അതിന് പേപ്പേഴ്സ് മാത്രമല്ലല്ലോ, ആ അലമാര മുഴുവനും കയ്യിലുണ്ടല്ലോ. നാണമില്ലേ നിങ്ങൾക്ക് സ്വന്തം വീട്ടിൽ നിന്ന് മോഷ്ടിക്കാൻ? നീരജ അറപ്പോടെ മുഖം തിരിച്ചു. നരേന്ദ്രനാകെ വല്ലാതെയായി. ഞാൻ നിനക്ക് വേണ്ടിയാ നീരു ഇതൊക്കെ ചെയ്യുന്നേ, അയാൾ സങ്കടത്തോടെ പറഞ്ഞു. നിർത്ത്, കുറെയായി കേൾക്കുന്നു. എന്ത് ചെറ്റത്തരം കാണിച്ചാലും അവസാനം അതെനിക്ക് വേണ്ടിയാണെന്ന്. എനിക്ക് വേണ്ടിയാണോ എൻ്റെ ക്യാഷും ഗോൾഡും മോഷ്ടിച്ചത്? അവരുടെ ശബ്ദം ഉയർന്നു. നീരു പ്ലീസ്, ബഹളം വെക്കല്ലേ. നരേന്ദ്രൻ കെഞ്ചി. ബഹളം വെക്കും, ഇനിയും വെക്കും. എല്ലാരും അറിയട്ടെ, പോലീസിനെയും വിളിക്കാം, വന്നുകൊണ്ട് പോട്ടെ. നീരജ വീറോടെ പറഞ്ഞു. വേണ്ട നീരു, അങ്ങനെ ഒന്നും ചെയ്യരുത്. നരേന്ദ്രൻ ദയനീയതയോടെ പറഞ്ഞു. നിങ്ങൾ പോലീസിന്റെ പിടികിട്ടാ പുള്ളിയല്ലേ, ഒരൊറ്റ കോള് മതി എനിക്ക് നിങ്ങളെ അകത്താക്കാൻ. നീരജ ഭീഷണിയോടെ പറഞ്ഞു. വേണ്ട പ്ലീസ് നീരു. തീരെ ദയനീയമായ സ്വരം. എനിക്കൊട്ടും ദയ തോന്നില്ല നിങ്ങളോട്. എൻ്റെ മകളോട് തനിക്കില്ലാതെ പോയ ദയ ഞാൻ തന്നോട് കാണിക്കേണ്ട കാര്യമില്ല. അവരതും പറഞ്ഞുകൊണ്ട് പോലീസിനെ ഇൻഫോം ചെയ്യാൻ ഫോൺ എടുത്തു. നമ്പർ ഡയൽ ചെയ്യുമ്പോഴേക്കും കൊണ്ടുവന്ന ടൂൾസിൽ നിന്നും ഒന്നെടുത്ത് അയാൾ നീരുവിൻ്റെ നെറ്റിക്ക് ശക്തമായി അടിച്ചിരുന്നു. ഒരു ഞെട്ടലോടെ നീരജ് തലയുയർത്തി നോക്കി. സോറി നീരു, എനിക്കിത് വേണം. പോലീസിൻ്റെ കയ്യിൽ പെടാതെ എനിക്ക് രക്ഷപ്പെടുകയും വേണം. എന്നോട് ക്ഷമിച്ചേക്ക്. നെറ്റിയിൽ നിന്നൊഴുകുന്ന ചോര കണ്ട് കുഴഞ്ഞുപോയ നീരജയുടെ നെറ്റിയിൽ ഒന്ന് മുത്തിക്കൊണ്ട് അയാൾ അവിടുന്ന് കടന്നു കളഞ്ഞു. നീരജ അതോടെ മയങ്ങി വീഴുകയും ചെയ്തു. ആ തക്കത്തിൽ നരേന്ദ്രൻ പൈപ്പ് വഴി വലിഞ്ഞിറങ്ങാൻ നിൽക്കാതെ മുൻവശത്തെ ഡോറ് തുറന്ന് ഓടിക്കളഞ്ഞു. മഹി എന്ന് രാജനെ വീട്ടിലാക്കി കുറച്ച് വൈകിയാണ് വീട്ടിൽ വന്നത്. വീടാകെ ഇരുട്ടിലായിരുന്നു. മകൻ വന്നതറിഞ്ഞപ്പോൾ മീനാക്ഷിയമ്മ വന്ന് വാതിൽ തുറന്നു കൊടുത്തു. അമ്മ ഉറങ്ങിയില്ലേ? തിരിഞ്ഞു നിന്ന് ഡോർ അടക്കുന്നിടയിൽ മഹി ചോദിച്ചു. ഇല്ലടാ, ഉറക്കം വന്നില്ല. നീ കഴിച്ചോ? മീനാക്ഷിയമ്മ തിരക്കി. കഴിച്ചിട്ടാ വന്നത്. മോളെവിടെ? അകത്തേക്ക് നോക്കി മഹി ചോദിച്ചു. അവള് കിടന്നടാ. കുറെ നാൾ കൂടി അതെന്നാവും സമാധാനത്തോടൊന്ന് ഉറങ്ങുന്നത്, മീനാക്ഷിയമ്മ പറഞ്ഞു. സംസാരം കേട്ട് ഉറക്കമില്ലാതെ കിടന്ന വരലക്ഷ്മി മുകളിലെ സ്റ്റെയറിൻ്റെ അരികിൽ വന്ന് എത്തി നോക്കി. നീ കിടക്കാൻ പോവുകയാണോ? അകത്തേക്ക് നടക്കുന്ന മകനോടായി അവർ ചോദിച്ചു. എന്താമേ? നടത്തം നിർത്തി മാഹി ചോദിച്ചു. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്, മീനാക്ഷിയമ്മ അല്പം ഗൗരവത്തോടെ പറഞ്ഞു. എന്തു പറ്റി? അയാൾ അമ്മക്ക് അരികിലേക്ക് വന്നു. നീ ഇവിടെ ഇരിക്ക്. അവര് സെറ്റിയിലേക്ക് ഇരുന്നു കൊണ്ട് മകൻ അടുത്ത് പിടിച്ചിരുത്തി. എന്താമേ? മീരമോളുടെ ഡിവോഴ്സിന്റെ കാര്യത്തിലൊരു തീരുമാനമായില്ലേ? ഇനി എന്താ നിന്റെ തീരുമാനം? അവര് തിരക്കി. എന്ത് തീരുമാനം? മഹിയുടെ നെറ്റി ചുളിഞ്ഞു. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. അവൾക്ക് ഇപ്പൊ തന്നെ വയസ്സ് 10-25 ആയില്ല മഹി. നല്ല പ്രായത്തിൽ വിവാഹം കഴിച്ച് അയക്കേണ്ടത് നമ്മൾ രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തം അല്ലേടാ. മീനാക്ഷി അമ്മയുടെ ചിന്താഗതി അങ്ങനെയാണ്. കൂടുതൽ വെച്ച് താമസിപ്പിച്ചാൽ മറ്റൊരു ആലോചന വന്ന് മീര കുടുംബം വിട്ട് പോകുമോ എന്നൊരു ഭയവും അവർക്കുണ്ട്. അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് മീനാക്ഷി അമ്മ ധൃതി പിടിക്കുന്നത്. നല്ല പ്രായത്തിൽ അവൾ ഒരിക്കലും വിവാഹം കഴിപ്പിച്ച് അയച്ചതല്ലേ. എന്നിട്ട് എന്തായി? നല്ലൊരു ജീവിതം കിട്ടിയോ? പോട്ടെ, സമാധാനമുള്ള ജീവിതം ഉണ്ടായ അവൾക്ക്? ഇല്ലല്ലോ. അതിലൊന്നും ഒരു കാര്യമില്ല അമ്മയെ, മാഹി പറഞ്ഞു.
അതാ നരേന്ദ്രൻ ചതിച്ചതല്ലേ, ഇനി ഒരു ചതിവ് പറ്റാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. മീനാക്ഷിയമ്മ പറഞ്ഞു. മഹി മുഖം ചുളിച്ച അമ്മയെ നോക്കി. അവളെ നമുക്ക് നമ്മുടെ ധ്രുവന് കൊടുത്താൽ പോരെ മഹി? നിനക്കറിയോ, അവൾ അവന് ജീവനാ. ഒത്തിരി ഇഷ്ടാടാ നമ്മുടെ ധ്രുവന് നിന്റെ മോളെ. മീനാക്ഷിയമ്മ ആവേശത്തോടെ പറയുന്നത് കേട്ട് വരലക്ഷ്മിയുടെ മുഖം ഇരുണ്ടു. കാരണം ഏതെങ്കിലും വിധേനെ മീരയെ ഒഴിവാക്കാൻ നോക്കുകയാണ് അവർ. അപ്പോഴാണ് അവളെ ഈ കുടുംബത്തിൽ തന്നെ ഊട്ടിയുറപ്പിക്കാനുള്ള അവരുടെ ശ്രമം. വരലക്ഷ്മിക്ക് കലി വന്നു. അതിനനുവദിക്കില്ലെന്ന് അവരപ്പോൾ തന്നെ മനസ്സിലുറപ്പിച്ചു. മഹി അമ്മയുടെ വാക്കുകളിൽ ഞെട്ടിപ്പോയി. രാജ അങ്ങനെ ഒരു സംശയം പറഞ്ഞെങ്കിലും അത് ഇത്ര കൃത്യമായിരിക്കുമെന്ന് മഹിയും കരുതിയില്ല. അവന് മീരയെ ഇഷ്ടാണെന്ന് അവൻ അമ്മയോട് പറഞ്ഞു. മഹി തിരക്കി. എന്നോട് പറഞ്ഞില്ല, പക്ഷേ അവൻ ലച്ചുവിനോട് പറയുന്നത് ഞാൻ കേട്ടതാ. അവൻ അവളെ ഒത്തിരി ഇഷ്ടാടാ. മീനാക്ഷി നമുക്ക് ആ വിഷയം പറയുമ്പോൾ നല്ല ഉത്സാഹം. അവനോട് അവൾക്ക് വേണ്ടി നീ പോലും ഓടിയിട്ടുണ്ടാവില്ല മഹി. അവൾക്ക് വേണ്ടി അവൻ ചെയ്തതൊന്നും നിസ്സാരമായി തള്ളിക്കളയരുത് നീ. നിന്റെ മകൾ ഇന്ന് സമാധാനത്തോടെ ഉറങ്ങുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവനാ. അവൻ അവളോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇത്രയൊക്കെ ചെയ്തത്. എന്നിട്ട് നീ അവന് കൊടുത്തില്ലെങ്കിൽ അത് നന്ദികേടായിപ്പോകും മഹി. അവൻ്റെ മനസ്സ് വേദനിക്കും. മീനാക്ഷിയമ്മ സങ്കടത്തോടെ പറഞ്ഞു. അത്രയൊക്കെ കേട്ടപ്പോൾ മഹിക്കും ഒരു ഇരുമനസ്സ്. പക്ഷേ ഒരു തീരുമാനം എടുക്കാൻ വയ്യ. ശരിയാണ്, മീരയ്ക്ക് വേണ്ടി അവൻ ചെയ്തതൊക്കെ നിസാരമായി തള്ളിക്കളയാൻ കഴിയില്ല. ധ്രുവൻ നല്ലവനാണ്, പറയത്തക്ക ദുശീലങ്ങളൊന്നുമില്ല. മീരയെ അവന് കൊടുത്തു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും മകൾ തൻ്റെ കൺമുന്നിലുണ്ടായേനെ. അയാൾ വെറുതെ കണക്ക് കൂട്ടി. ഇത് നടന്നാൽ നിന്റെ മോളെ നിനക്ക് ഒരിക്കലും പിരിയേണ്ടിയും വരില്ല. മീനാക്ഷിയമ്മ പറഞ്ഞു. നടക്കില്ല, ഞാൻ സമ്മതിക്കില്ല. എല്ലാം കേട്ട് മുകളിൽ നിന്ന് വരലക്ഷ്മി പൊട്ടിത്തെറിയോടെ താഴേക്ക് വന്നു. ഒരു രണ്ടാം കെട്ടുകാരിയെ എൻ്റെ ഏട്ടൻ്റെ മോൻ്റെ തലയിൽ വെച്ച് കേട്ടാൻ ഞാൻ സമ്മതിക്കില്ല. ആരെയും അതിന് അനുവദിക്കുകയില്ല. അവര് വീറോടെ പറഞ്ഞു. മഹി അവരൊറ്റു നോക്കി. ആദ്യമായാണ് വരലക്ഷ്മി അയാൾക്ക് മുന്നിൽ അങ്ങനെ പെരുമാറുന്നത്. 2.5 പതിറ്റാണ്ടുകൾ ഒന്നിച്ചൊരു മുറിയിൽ കഴിഞ്ഞിട്ടും യഥാർത്ഥ വരലക്ഷ്മിയെ ഇപ്പോഴാണ് മഹിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എൻ്റെ ജീവിതം തകർത്തതുപോലെ ഇനി അവൻ്റെ ജീവിതം കൂടി തകർക്കണമായിരിക്കും. വരലക്ഷ്മി ദേഷ്യപ്പെട്ടു. നിന്റെ ജീവിതം ഞങ്ങളാണോ തകർത്തത്? നീ തന്നെയല്ലേ? മീനാക്ഷിയമ്മ ചോദിച്ചു. മഹി ഒന്നും മിണ്ടുന്നില്ല. മിണ്ടാതെ വരലക്ഷ്മിയെ ഉറ്റുനോക്കിയിരിപ്പാണ്. വരലക്ഷ്മിക്ക് ആ മുഖത്തേക്ക് നോക്കാനുള്ള ധൈര്യമില്ല. അതുകൊണ്ട് മഹി ഇരിക്കുന്ന ഭാഗത്തേക്ക് അവർ നോക്കുന്നുമില്ല. മഹിക്ക് മുന്നിൽ ഇങ്ങനെയൊക്കെ പെരുമാറണമെന്ന് അവരും കരുതിയതല്ല. പക്ഷേ മീരയെ മഹിയിൽ നിന്നും ഏത് വീതിനെയും അകറ്റിയേ പറ്റൂ. അല്ലെങ്കിൽ മഹിയെ എന്നേക്കുമായി നഷ്ടപ്പെട്ടേക്കാം. പണ്ടൊരിക്കൽ ഒരു ഇഷ്ടത്തിന്റെ പേരിൽ ഞാൻ എൻ്റെ ജീവിതം തുലച്ചു. അതെൻ്റെ ഏട്ടൻ്റെ മകൻ ആവർത്തിക്കാൻ പാടില്ല. ഈ പ്രായത്തിലെ പലതും തോന്നും. അവൻ്റെ ആ തോന്നൽ മുതലാക്കി കണ്ടവന്മാർ കൊണ്ടുപോയി ചവച്ച് തുപ്പിയവളെ അവൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയാലുണ്ടല്ലോ. വരലക്ഷ്മി നിന്ന് കിതച്ചു. മഹിയുടെ കൈ ധരിച്ച് വരുന്നുണ്ടായിരുന്നു. അമ്മേ, ഞാൻ കിടക്കാൻ പോവാ, കടുത്ത സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് അയാൾ സ്വന്തം മുറിയിലേക്ക് നടന്നു. കണ്ടവന്മാര് ചവച്ചു തുപ്പിയെന്ന് നീ പറഞ്ഞില്ലേ? നിന്റെ വീട്ടുകാർ അഗ്നിസാക്ഷിയായി കൈപിടിച്ച് കൊടുത്തവൻ നിനക്ക് കണ്ടവനാണോ? അവൻ നിന്നെ ഒന്ന് തൊട്ടാ നീ ചീത്തയാകുമോ? ആകുമോന്ന്? മീനാക്ഷിയമ്മയുടെ സ്വരം ഉയർന്നു. വരലക്ഷ്മി ഒന്ന് പതറി. അവളെ മാന്യമായി അവളുടെ അമ്മ ഒരുത്തിനെ ഏൽപ്പിച്ചതാണ്. മറ്റുള്ളവരുടെ ചതിയിലും സ്വാർത്ഥതയിലും കുടുങ്ങിപ്പോയതല്ലാതെ അറിഞ്ഞുകൊണ്ട് അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത് നിനക്കും അറിയാവുന്നതല്ലേ? എന്നിട്ടും എന്തിനാ നീ ഇപ്പം മീരെ ചെളിവാരിത്തേക്കാൻ നോക്കുന്നേ? അതുകൊണ്ട് നിനക്ക് എന്ത് സുഖ കിട്ടുന്നേ? മീനാക്ഷിയമ്മ ചോദിച്ചു. അതിന് മറുപടി ഒന്നും കൊടുക്കാതെ അവൾ ആ നിൽപ്പ് തുടർന്നു. നിന്നും അടുത്തപ്പോൾ മീനാക്ഷിയമ്മ സ്വന്തം മുറിയിലേക്ക് പോയി. പറഞ്ഞതിലൊന്നും ലവലേശം കുറ്റബോധമില്ലാതെ വരലക്ഷ്മി പിന്നെ അവിടെ നിൽക്കാതെ പോയി. മുറിയിലേക്ക് നടക്കുമ്പോൾ നാളെ മധുവിനെ ഇത് അറിയിക്കണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു വരലക്ഷ്മി. താനായതുകൊണ്ട് ഇങ്ങനെ ഒതുങ്ങി. മധു എങ്ങാനും ഇതറിഞ്ഞാൽ മീര പിന്നെ ബാക്കി ഉണ്ടാവില്ല. മധുവിൻ്റെ നാവിന് അത്രയ്ക്ക് മൂർച്ചയാണ്. മഹി മദ്യപിച്ചിരുന്നത് കൊണ്ട് ഒന്ന് ഫ്രഷായ ശേഷമാണ് മീരയുടെ മുറിയിലേക്ക് പോയത്. അയാൾ ചെല്ലുമ്പോൾ മീര നല്ല ഉറക്കത്തിലാണ്. മഹി അവൾ ഉണർത്താതെ പതി അവളുടെ അരികിലേക്ക് ഇരുന്നു. നാളുകൾക്ക് ശേഷം അവൾ ഇന്നാണ് സുഖമായി ഉറങ്ങുന്നതെന്ന് അയാൾ ഓർത്തു. സ്നേഹത്തോടെ അയാൾ ആ മകളുടെ തലയിൽ തലോടി കൊടുത്തു. അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ വരലക്ഷ്മിയുടെ വാക്കുകൾ അയാൾക്ക് ഓർമ്മ വന്നു. ആ ഓർമ്മയിൽ അയാളുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു. ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും പഴികൾ മുഴുവൻ അവൾക്കാണ്. മകളെ ഓർത്ത് ആ ഹൃദയം നീറിപ്പുകഞ്ഞു. ഇന്ന് അവളുടെ വായിന്ന് വന്നത് നാളെ മധുവിൻ്റെ വായിന്നും കേൾക്കേണ്ടി വരും. ചിലപ്പോൾ ഇതിനപ്പുറമാവും മധു പറയുക. അത് മോൾ ഒത്തിരി വേദനിപ്പിച്ചേക്കാം. ആ വേദന അനുഭവിക്കേണ്ട കാര്യം എൻ്റെ മോൾക്കില്ല. ഇഷ്ടവും പ്രണയൊക്കെ തോന്നിയത് അവനാണ്.
അല്ലാതെ മോൾക്കല്ല. ധ്രുവനോട് ഉടനെ സംസാരിക്കണം. എല്ലാം മറന്നു കളയാൻ അവനോട് പറയണം. ഇനിയും ആക്ഷേപങ്ങൾ കേൾക്കാൻ എനിക്ക് വയ്യ. അവൻ്റെ സ്നേഹം സത്യമാണെങ്കിൽ, ദൈവം നിനക്ക് അവനെ വിധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിക്കുക തന്നെ ചെയ്യും. അല്ലാതെ ഞാനായൊരു കൂട്ടിച്ചേർക്കലിൽ നിൽക്കില്ല. മകളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നതിനിടയിൽ അയാൾ ഓർത്തു. ശേഷം അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി മുത്തിക്കൊണ്ട് മഹി അവിടുന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു.